ഹായ് ബുദ്ധാമയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 9ന്റെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പോയിന്റ്സ് ഓൺ നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം പതിവ് പോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് എന്താ പറയുന്നത് നോക്കാം. പോയിന്റ്സ് ആൻഡ് നമ്പേഴ്സ് അല്ലേ, എന്താണ് പോയിന്റ്സ് ആൻഡ് നമ്പേഴ്സ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? നമ്മൾ എന്താണ് എന്താണ് റാഷണൽ നമ്പേഴ്സ്, എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു അല്ലേ. റാഷണൽ നമ്പേഴ്സിൻ്റെ രണ്ട് റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റാഷണൽ നമ്പേഴ്സ് എൻ്റെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പറയുന്നത് പോയിന്റ്സ് ആൻഡ് നമ്പേഴ്സ്. അപ്പോൾ പോയിന്റ്സ് ആൻഡ് നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ ആദ്യം ഒരു കാര്യം പറയാം. നമ്മൾ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും നമ്മൾ പഠിച്ചു. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പം റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടി ചേർന്ന് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ടുഗദർ ആർ കോൾഡ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തായിരിക്കും പഠിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. കാരണം റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും കൂടി ചേർന്ന് നമ്മൾ പഠിക്കുന്നതാണ് റിയൽ നമ്പേഴ്സ്. അപ്പം ഇവിടെ ആദ്യം പറയുന്നത് പോയിന്റ്സ് ആൻഡ് നമ്പേഴ്സ് എന്നാണ്. പോയിന്റ്സ് ആൻഡ് നമ്പേഴ്സ് എന്താണ് പോയിന്റ്സ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്കൊരു നമ്പർ ലൈൻ വരയ്ക്കാം. ഈ നമ്പർ ലൈനിൽ റൈറ്റിലേക്ക് പോകുന്തോറും വാല്യൂ കൂടി കൂടി വരും അല്ലേ. നമ്മൾ ഇൻറ്റീജേഴ്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. നോക്കുക, 0 1 2 3 4 5 6 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും അല്ലേ. ഇത് ഇങ്ങനെ വരും. അപ്പം റൈറ്റിലേക്ക് പോകുന്തോറും നമുക്കറിയാം വാല്യൂ കൂടി വരും, ലെഫ്റ്റിലേക്ക് പോകുന്തോറും എന്താവും, വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പം ഇപ്പോൾ 1/2 ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതും? 1/2 അല്ലെങ്കിൽ നമ്പർ ലൈനിൽ നമ്മൾ 1/2 നമ്മളോട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 1/2 റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് നോക്കണം? 1/2 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നോക്കുക, ഇവിടെ 2/2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 അല്ലേ. 2/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 1. നമുക്കിവിടെ 1 മാർക്ക് ചെയ്യാം. 1 മാർക്ക് ചെയ്തു. ഇനി എപ്പോഴാണ് ഇത് 2/2 ആണെന്ന്? 1/2 2/2. അപ്പോൾ 1/2 ഇവിടെ വരും, ഇവിടെ വരും 1/2. 2/2 ആണിത്. 2/2ൻ്റെ മീനിങ് എന്താണ്? 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 എവിടെയാണ് വരിക? 1/2 ഇവിടെയാണ് വരിക. ഇനി ഇതുപോലെ തന്നെ 0 നോക്കാം, 1 2. ഇനി 3/5. 3/5 നമ്മൾ എവിടെ റെപ്രസെൻറ്റ് ചെയ്യും? 3/5. അപ്പോൾ ആലോചിക്കണം എന്ത്? 5/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/5 = 1 ആണ്. അപ്പോൾ ഇത് 5/5 ആണ്. ഇനി എന്ത് നോക്കണം? അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യാം? 0ക്ക് ശേഷം 1/5 അല്ലേ, 2/5 3/5 4/5. 5/5 ആണ് ഇവിടെ. അപ്പോൾ 3/5 എവിടേക്കും വരിക? ഇവിടെയായിരിക്കും 3/5 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്പേഴ്സ് നമ്പർ ലൈനിൽ നമ്മൾ വാല്യൂസ് പറയുന്നത്. പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് ഇനി ഡിസ്റ്റൻസസ് ആണ്. നമ്പർ, അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ -3ൻ്റെയും -3 ആൻഡ് 3 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -3 ആൻഡ് 3. ഈ -3ൻ്റെയും 3ൻ്റെയും ഡിഫറൻസ് എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതായിരിക്കും? 3 ആയിരിക്കും വലിയ നമ്പർ വരിക. സോ 3 -3. 3യിൽ നിന്ന് 3യിലേക്ക് നോക്കാം. 3ന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ -3 എന്ന് പറയുന്ന വാല്യൂ മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ റൂൾ അപ്ലൈ ചെയ്യണം. 3 -3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 3+ ആവും അല്ലേ. എല്ലാ സബ്ട്രാക്ഷനെയും നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യും? അഡീഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. 3+ ഇതിൻ്റെ സൈനും എന്താവും? +3 ആവും. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 6 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. -3യും 3യും ഇതാ, -3 ആൻഡ് 3 ആണ് പറഞ്ഞത്. ഇത് തമ്മിൽ എത്രയാണ് ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ നോക്കൂ, 1 അല്ലേ, 1 2 3 4 5 6 കണ്ടോ? ആ ഡിസ്റ്റൻസ് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത്. അപ്പം ഗ്രേറ്റസ്റ്റ് വാല്യൂവിൽ നിന്ന് നമ്മൾ സ്മോളസ്റ്റ് വാല്യൂ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. -4 ആൻഡ് -1. -4 ആൻഡ് -1. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ രണ്ട് നെഗറ്റീവാണ് അല്ലേ. -4 നെഗറ്റീവാണ്, -1 നെഗറ്റീവാണ്. ഇതിൽ ഏത് നമ്പറാണ് ഗ്രേറ്റസ്റ്റ്? നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ഏതായിരിക്കും ഗ്രേറ്റസ്റ്റ് വരിക? ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ വരിക. -4 എന്ന് പറയുന്നത് ചെറുതായിരിക്കും,
-1 എന്ന് പറയുന്നതായിരിക്കും വലുത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? -1 ആദ്യം എടുക്കണം. -1 -4 -1 -4. ഇനി എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ്റെ റൂൾ എന്തായിരുന്നു? ആദ്യത്തെ മൈനസ് നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ആക്കണം. അപ്പോൾ -1 പ്ലസ് ഇനി ഏത് നമ്പർ ആണോ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ചേർക്കണം. -4 എന്താവും? +4 ആവും. ഇനി ഏത് റൂൾ അപ്ലൈ ചെയ്യണം? അഡീഷൻ്റെ റൂള് അപ്ലൈ ചെയ്യണം. അഡീഷൻ്റെ റൂളിൽ എന്താ പറഞ്ഞിരിക്കുന്ന? ഡിഫറൻസ് സൈൻ വന്നാൽ വലിയ നമ്പറിൽ നിന്ന് നമ്മൾ ചെറിയ നമ്പർ ലെസ് ചെയ്യണം. എന്നിട്ട് ഏതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം? വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പം 3 വന്നു. നമുക്ക് നോക്കാം. -4 ഉം 1 ആയിരുന്നു പറഞ്ഞിരുന്നത്. ഡിഫറൻസ് 3 ആണോ നോക്കൂ നിങ്ങൾ. 1 2 3 കണ്ടോ? ഡിസ്റ്റൻസ് 3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിലൊരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ലൈനിലെ നമ്പേഴ്സിൻ്റെ മിഡ് പോയിന്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ആദ്യം നമുക്ക് 2 and 3 എടുക്കാം. 2 and 3 എന്തായിരിക്കും 2ൻ്റെയും 3ൻ്റെയും മിഡ് പോയിന്റ് വരിക? വളരെ എളുപ്പമാണ്. 2 + 3/2 ചെയ്താൽ മതി അല്ലേ? മിഡ് പോയിന്റ് കാണാൻ രണ്ടും കൂടി ആഡ് ചെയ്യുക /2. അപ്പോൾ 2 + 3 5/2 = 2.5. നോക്കൂ, 2ൻ്റെയും 3ൻ്റെയും മിഡിൽ വരുന്ന നമ്പർ 2.5 ആണെന്ന് നമുക്കറിയാം. ഇനി വലിയ നമ്പേഴ്സ് എടുത്ത് നോക്കാം. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് നമുക്ക് എടുത്ത് നോക്കാം. -3 and 2. -3യുടെയും 2ൻ്റെയും മിഡ് പോയിന്റ്. -3 ഇവിടെയാണ്, 2 ഇവിടെയാണ്. ഇതിൻ്റെ മിഡ് പോയിന്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? -3 + 2 / 2. ഇനി -3ഉം -2ഉം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അഡീഷൻ്റെ റൂളാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, കാരണം നിങ്ങൾ CBSEയുടെ ക്ലാസ് 7ൻ്റെ 6ൻ്റെ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യണം. ഇൻറ്റിജേഴ്സിൻ്റെ എല്ലാ റൂളുകളും അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഭാഗം നന്നായിട്ട് പഠിക്കാൻ. അപ്പം -3 + 2 എന്ന് പറയുമ്പോൾ -1/2. -1/2 എന്ന് പറയുമ്പോൾ എന്താ വരിക? നോക്കാം നമുക്ക്. -1/2 = 0.5 അല്ലേ? 0.5 വരും. 0.5 എവിടെയാണ് വരിക? -3 and 2. അപ്പം ആൻസർ വരിക 0.5. അപ്പോൾ -0.5 ഈ സൈഡിൽ വരും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഇതിൻ്റെ മിഡ് പോയിന്റ് വരുന്നത് -0.5. മൈനസ് എന്ന് പറയുമ്പം ഈ സൈഡിലേക്ക് ഇടണം, ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ.